താൻ ഗർഭിണിയാണെന്നറിഞ്ഞ് ദേഷ്യം വരുന്ന വർഷയ്ക്ക് ശ്രീകാന്തിനെ കൊല്ലാനുള്ള ദേഷ്യമാണ് വരുന്നത്. വർഷ വിചാരിക്കുകയാണ് ഇവൻ ഒറ്റൊരുത്തും കാരണം കൊണ്ടല്ലേ എനിക്ക് ഈ അവസ്ഥ വന്നതെന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണ്. വർഷയ്ക്ക് വേറൊന്നല്ല, വർഷയ്ക്ക് ആ ഒരു പ്രസവവേദനയുടെ ഒരു വേദന അനുഭവിക്കാനുള്ള പേടി കൊണ്ടാണ് വർഷ ഗർഭിണിയാണെന്നുള്ള സത്യം വർഷയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. വർഷ റൂമിൽ വന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വന്നിട്ട് എന്തായി വർഷം മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതേ മിണ്ടരുത്, നീ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ ഞാനെന്താ ചെയ്തേ, നീ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചത് നിന്റെ തെറ്റല്ലേ, നിന്റെ വയറ് കേടുവന്നത് എന്തിനാ നീ എന്നോട് ദേഷ്യപ്പെടണേന്നൊക്കെ ചോദിക്കാണ് ശ്രീകാന്ത്. മിണ്ടരുത് നീ, എനിക്ക് നിന്റെ ഒരു സംസാരവും കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ശ്രീകാന്തിനോട്. നിനക്കെന്താ പറ്റി, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്, ഞാനെന്താ കഴിച്ചു, നീയല്ലേ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ വന്നെ. ശ്രീകാന്ത്, എനിക്ക് നിന്നെ കാണുമ്പോൾ എനിക്കിങ്ങനെ കലി ഇളകി വരുന്നുണ്ട്, എൻ്റെ കൺമുമ്പിൽ പോലും കണ്ടുപോരുത് നിന്നെ, മനുഷ്യനെ ഇവിടെ വിഷമിപ്പിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ശ്രീകാന്ത് പറയണേ, ഇതിപ്പോ എന്തായാലും എന്നോട് ദേഷ്യപ്പെടണ, ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് ചോദിക്കുമ്പോൾ അതേ മിണ്ടാതെ പൊക്കോ നീ പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോവാണ്. പോകുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും, ഇവൾക്ക് ഇത് എന്ത് പറ്റി, ഇവളെന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകാന്ത് കേട്ടോ. ശ്രീകാന്തിന്റെ സത്യം എന്താണെന്നറിയില്ല, പക്ഷേ നമുക്കറിയാലോ വർഷ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം വരുന്നുണ്ട്. ശ്രുതിയും തമ്മിൽ അകലാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ഒരു ഏലസ് കൊണ്ടുവന്നിട്ട് പൂജിച്ചു കൊടുന്ന ഒരു ഏലസ് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ഏലസ് ശ്രുതി കെട്ടുകയാണെന്നുള്ളത് ശ്രുതിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാതെയായിട്ട് ശ്രുതിനെ വേണ്ടാന്ന് വെക്കും. ആ ഉദ്ദേശത്തോടുകൂടിയാണ് ആ ഏലസ് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഇതൊന്നും അറിയാതെ ആ ഏലസ് കാണുന്ന സച്ചി ആ ഏലസ് എടുത്തിട്ട് കെട്ടിക്കൊടുക്കുന്നത് വേറെ ആർക്കല്ല, രവീന്ദ്രനാണ് അത് കെട്ടിക്കൊടുക്കുന്നത്. അത് കെട്ടിയോടുകൂടി രവീന്ദ്രന്റെ സ്വഭാവം മാറി ചന്ദ്രമതിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാതെയായി. എപ്പം നോക്കിയാലും ചന്ദ്രമതിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഏലസിന്റെ ഒരു മഹാത്മ്യാണിത്. ഈ വിവരങ്ങളെല്ലാം ഏലസ് കെട്ടണ കാര്യങ്ങളൊക്കെ അറിയണ ശ്രുതി സ്വാമിയുടെ അടുത്ത് പോയിട്ട് ശ്രുതിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം ശ്രുതിക്ക് ഉണ്ടാവാനും അതുപോലെ ശ്രുതിയുടെ അമ്മേനെ കണ്ടുകൂടാതെ ആവാനും വേണ്ടിയിട്ട് വേറൊരു ഏലസ് പകരം മേടിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ആ ഏലസ് കൊടുക്കുന്നത് ഭാമയുടെ കയ്യിലാണ്. ഭാമയോട് പറയും, വീട്ടിൽ പോയിട്ട് ഈ ഏലസ് അവിടെ കൊണ്ടുവയ്ക്കണം, ശ്രുതിക്ക് കെട്ടിക്കൊടുക്കണം, എങ്കിൽ ശ്രുതിയുടെ അമ്മോട് ദേഷ്യവും എന്നെ സ്നേഹിക്കും, അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭാമ ആകെ പെട്ടിരിക്കണം. ഭാമ വിചാരിക്കുകയാണ്, ചന്ദ്രേ നീ എന്നോട് പൊറുക്കണേ, എനിക്ക് ഇതല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല എന്നൊക്കെ പറയാണ്. ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയ്ക്ക് എന്നുള്ള നിരക്ക് പെട്ടിരിക്കുകയാണ് ഭാമ പെട്ടിക്കുന്നത് ചന്ദ്രമതിയുടെയും ശ്രുതിയുടെ ഇടയിലാണ് കേട്ടോ. ആകെ പെട്ടുപോയേക്കാണ് ഭാമ. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ഭയങ്കര വഴക്കാണ് ചന്ദ്രമതിയും രവീന്ദ്രനും തമ്മിൽ ഭയങ്കര വഴക്കാണ്. ചന്ദ്രമതി ഇങ്ങനെ രവീന്ദ്രനായിട്ട് പിണങ്ങിയിട്ട് തല്ലൂടി പിണങ്ങിയിരിക്കാൻ രവീന്ദ്രനെ ചന്ദ്രനെ കാണുമ്പോഴേക്കും ദേഷ്യം വരികയാണ്. അപ്പോൾ സച്ചി രേവതിയും കൂടി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവരുടെ വഴക്ക് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നം, ഇവർക്ക് ഇപ്പം എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് സച്ചി രേവതിയും കൂടി. അപ്പോൾ രേവതി പറഞ്ഞിട്ട്, സച്ചേട്ടാ നമുക്ക് ഇവരെയും കൊണ്ടൊരു ട്രിപ്പ് പോയാലോ, എന്നാലേ പിണക്കം മാറുള്ളൂ എന്ന് എനിക്ക് തോന്നണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും വീണ്ടും അകത്ത് രവീന്ദ്രനും ചന്ദ്രനും തമ്മിൽ ഒന്ന് രണ്ടും ഗംഭീര വഴക്കാണ്. അപ്പോഴേക്കും രേവതി സച്ചിൻ കൂടി പറഞ്ഞിട്ട്, നിങ്ങളിത് എന്ത് ഭാവിച്ചാ, ഇത് എന്ത് വഴക്കാത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നുണ്ട്. ചന്ദ്രമതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ശ്രുതി വരുമ്പോൾ ഏലസ് കെട്ടിക്കൊടുക്കണം, അതോടുകൂടി ശ്രുതിയോടുള്ള സ്നേഹമൊക്കെ അവന് പോകുന്നൊക്കെ വിചാരിച്ചിട്ട് ചന്ദ്രമതി ഏലസ് നോക്കാൻ പോണ സമയത്ത് ഏലസ് അവിടെ കാണില്ല. ശ്രുതി ജോലി കഴിഞ്ഞിട്ട് നേരം വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താണ് അത്ര നേരം വൈകി ചോദിക്കുമ്പോൾ പറയണത്, എന്താ ഇപ്പോൾ ഇവിടെ വന്ന് നേരത്തെ ചെയ്യാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പം നിനക്ക് അങ്ങനെയായോ, അപ്പോൾ നിനക്കെന്താ ഇവിടെ വേറെ ആരെയും കാണാനില്ല എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാതെ ശ്രുതി അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. ചന്ദ്രമതിക്കാണെങ്കിൽ ഏലസ് കാണാനില്ല. അതിൻ്റെ ടെൻഷനിലാണ് ചന്ദ്രമതി. അയ്യോ ഇവിടെ ഇരുന്നാന്ന് ഏലസ് എവിടേക്കാ പോയി, സച്ചി എടുത്തിട്ടുണ്ടാവും, ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ചന്ദ്രമതി പോണത്. ചന്ദ്രമതി അടുക്കളയ്ക്ക് പോകുമ്പോൾ രേവതി നാളികേരം ചിരവണുണ്ട്, സച്ചി ഇരുന്ന് വായിൽ തിന്നുണ്ട്, വീണ്ടും ചിരവുണ്ട്, സച്ചി ഇരുന്ന് തിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ രേവതി പറയും, നാളികേരം കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്ത് തിന്ന്, എന്നിട്ട് ബാക്കി ഞാൻ ചിരവിയാൽ മതിയില്ല. പറയുമ്പോൾ അങ്ങനെ തിന്നാൻ ടേസ്റ്റ് ഇല്ല രേവതി, അത് ചിരവണേന്ന് എടുത്ത് തിന്നാണ് ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്രമതി വന്നിട്ട് പറയും, ഡാ സത്യം പറഞ്ഞാൽ പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ, സത്യം പറ, ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഏലസ് ആരെ അടുത്ത് ചോദിക്കുമ്പോൾ, ഏലസോ, അതെ ഞാൻ പൂജിച്ചു കൊടുത്തിട്ട് ശ്രുതിക്ക് വേണ്ടി പൂജിച്ചു കൊടുന്ന ഒരു ഏലസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ആരെ അടുത്ത് ചോദിക്കുമ്പോൾ സച്ചി ആവോ ഞങ്ങൾക്കറിയില്ല എന്ന് പറയണം. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിപ്പോൾ അവിടെ കാണാനില്ലേ പറയുമ്പോൾ രേവതി പറയും, ആ ഏലസിൻ്റെ കാര്യമാണ് അമ്മ പറയണത് ചോദിക്കുമ്പോൾ സച്ചി പെട്ടെന്ന് രേവതിനെ തോണ്ടും. എന്താ നിങ്ങൾ രണ്ടുപേരും വിളിക്കുന്നത്, സത്യം പറഞ്ഞോ, നിങ്ങളല്ലാണ്ട് വേറെ ആരും ഏലസ് എടുക്കില്ല, എവിടെ അത് വെച്ചേക്കണം, ഞാനത് എൻ്റെ ശ്രുതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഏലസാന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ഞങ്ങൾ എടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞു, അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലാണ്ട് എവിടെ പോകാനാ, ഞങ്ങൾ ആ ഏലസൊന്നും എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് എന്തിനാ ഏലസ് എന്നൊക്കെ പറയാണ് സച്ചി. അപ്പോൾ ചന്ദ്രമതി പറയും, സത്യം പറഞ്ഞോ അത് എവിടെയാന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും സച്ചി രേവതി സമ്മതിക്കില്ല. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ മാറി നിന്നിട്ട് വിചാരിക്കാനാ, അപ്പോൾ ആ ഏലസ് ഇവരെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക, ദൈവമേ
ഇനി ഞാൻ എന്താ ചെയ്യാ? അല്ല ഇപ്പൊ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുക? അഥവാ ഇവരെ എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എന്തിനാ ടെൻഷൻ അടിക്കണേ? കാരണം രേവതിയുടെ കാര്യത്തില് തീരുമാനമാവുമല്ലോ. ആ ഏലസ് എടുത്തിട്ടുണ്ട്. സച്ചി അത് കെട്ടിയേക്കണമെന്നുണ്ടെങ്കിൽ രേവതിനെ എന്തായാലും അവൻ വഴക്കൂടി ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ഉറപ്പാ. അത് ആലോചിക്കുമ്പോ ചന്ദ്രമതിക്ക് ഒരു സന്തോഷമാവും. എന്നിട്ട് ചന്ദ്രമതി തിരിഞ്ഞിട്ട് രേവതിയോട് പറയണ, മോളെ രേവതി, നിങ്ങളാണോ ഏലസ് എടുത്തേ? നിങ്ങളാണ് എടുത്തങ്ങ് കെട്ടിക്കോട്ടോ. സച്ചി നീയാ കെട്ടിയേക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അമർത്തി കെട്ടിക്കോട്ടോ, ഊരി പോകരുത് കേട്ടോ. മോളെ രേവതി, ആ ഏലസ് നീ എടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള പണി വരുന്നുണ്ട്. പെട്ടി പ്രമാണമൊക്കെ ഒരുക്കി വെച്ചോട്ടോ. ശരിയാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, നിനക്ക് നല്ലത് നന്നാവട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി രേവതിനെ അങ്ങനെ പറഞ്ഞിട്ട് പോണ്ട്. അപ്പോൾ രേവതി പറയണ്ട സച്ചിയോടെ, എന്താ അമ്മയ്ക്ക് പറ്റിയ? ഏലസിന് എന്തോ പ്രശ്നം ഉണ്ടല്ലോ സച്ചിയേട്ടാ. അത് നല്ല ഉദ്ദേശത്തോടുള്ള ഏലസ് അല്ലല്ലോ, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ, അതിൽ എന്തോ പ്രശ്നമുണ്ട് സച്ചിയേട്ടാന്ന് പറയണം. അപ്പൊ സച്ചി പറയണ, ശരിയാണ്, എനിക്ക് അങ്ങനെ തോന്നിയെന്ന് സച്ചി പറയണം. പക്ഷെ ആ ഏലസ് എവിടെയാന്ന് യാതൊരുവിധ പിടുത്തവും കിട്ടിയിട്ടില്ല കേട്ടോ ചന്ദ്രമതിക്ക്. പക്ഷെ ആ ഏലസ് സച്ചിയാണ് എടുത്തിട്ട് രവീന്ദ്രന് കൊടുത്തേക്കണം എന്നുള്ള കാര്യം പിന്നീട് തെളിഞ്ഞു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്രമതി ഏലസ് എവിടെ പോയേക്കണാവോ എന്നിങ്ങനെ വിചാരിച്ച് ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രവീന്ദ്രൻ അകത്തേക്ക് വരികയാണ്. അപ്പൊ ചന്ദ്രമതി രവീന്ദ്രൻ ഓൾറെഡി വഴക്കാണല്ലോ. അപ്പൊ ചന്ദ്രയെ കാണുമ്പോൾ ദേഷ്യത്തോടെ രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഷർട്ട് ഊരിയിട്ട് ബനിയെ മാത്രം ഇട്ടേക്കണ സമയത്ത് പെട്ടെന്ന് ചന്ദ്രയുടെ യാദൃശ്യമായിട്ട് ചന്ദ്രൻ നോക്കുമ്പോൾ രവീന്ദ്രന്റെ കൈത്തണ്ടയിൽ ആ ഏലസ് കണ്ടാണ്. അയ്യോ, ഇത് ഞാൻ പൂജിച്ചു കൊടുന്ന ഏലസ് അല്ലേ? അത് ശരി, അപ്പൊ ഇങ്ങേരാണല്ലേ അത് കെട്ടിയേക്കണ്? ഈശ്വര, വെറുതെ അല്ല ഇങ്ങർക്ക് എന്നോട് ദേഷ്യം. 2 ദിവസം കൂടി ഇത് കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ എന്നെ ഡിവോഴ്സ് ചെയ്തേനെ എന്നൊക്കെ അങ്ങനെ വിചാരിക്കാണ് ചന്ദ്രമതി ചാടി നീട്ടിട്ട് പറയാണ്, ആ ഏലസ് ഇങ്ങോട്ട് താ. പറയുമ്പോ ഏലസോ? ഏതേലസോ? കയ്യിലത്തെ അങ്ങോട്ട് അയച്ചു തരാനാ പറഞ്ഞേ. പറയുമ്പോ നീ ഒന്നും മിണ്ടാതിരിക്കും ചന്ദ്രേ, അതിങ്ങോട്ട് തരാനാ പറഞ്ഞേന്ന് പറയുമ്പോ നീ ഒന്നും മിണ്ടാതിരിക്കും ചന്ദ്ര, ഇത് എൻ്റെ അല്ലേ, ഇത് ഞാൻ തരില്ല എന്നൊക്കെ പറയണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഏലസ് ഇങ്ങോട്ട് അയച്ചുതാ എന്ന് പറയണം. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി വീണ്ടും ഏലസുമ്മ പോയി ഗുസ്തി പിടിക്കും. പക്ഷേ നീ ഒതുങ്ങിയിരിക്കും, പിള്ളേര് കാണും എന്നൊക്കെ പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഏലസുമ്മ കുസ്തി പിടിച്ചിരിക്കുന്ന സമയത്ത് സച്ചി രേവതി ബഹളം കേട്ടിട്ട് വീണ്ടും വരികയാണ്. ഈശ്വര, ഇത് എന്താ ഇവിടെ വീണ്ടും തുടങ്ങിയത്? നിങ്ങൾ എന്തേ കൊച്ചു കുട്ടികളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും സച്ചിയും കൂട്ടിയിട്ട് അവർ രണ്ടുപേരും പിടിച്ചു മാറ്റണം. നിങ്ങൾക്ക് ഇത് എന്തറിഞ്ഞിട്ടാ? നിങ്ങൾ മാറിപ്പോയി ഏലസ് ഇങ്ങോട്ട് മേടിക്കട്ടെ പറയുമ്പോൾ ഏലസോ? അതെ, അച്ഛൻ്റെ കയ്യിലാണ് ഏലസ് ഉള്ളത്, ഞാൻ കൊണ്ടുവന്ന ഏലസ് അച്ഛൻ്റെ കയ്യിലാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, സച്ചി നോക്കടാ, ഈ ഏലസ് അവൾക്ക് വേണത്ര, ഞാൻ കൊടുക്കില്ല, ഞാൻ ഈ ഏലസൊന്നും അവൾക്ക് തിരിച്ചു കൊടുക്കില്ല പറയാണ്. സത്യം പറയാം, ഈ ഏലസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയിരിക്കുമ്പോൾ ഇതെനിക്ക് സച്ചി തന്നെന്ന് പറയാം. സച്ചി, നീയാണോ ഈ ഏലസ് സച്ചിന് കൊടുത്തേ? അപ്പം നീയല്ലേ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ലാന്ന്? അത് ഞാൻ നോണ പറഞ്ഞതാ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മോന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഏലസല്ലേ അത്? അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ മോൻ മാത്രം നന്നാവണ്ട, ഇവിടെ ബാക്കിയുള്ളവർക്ക് നന്നാവണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഞാൻ തന്നെ അത് അച്ഛനെടുത്ത് കെട്ടിക്കൊടുത്തു. അയ്യോ, അത് അങ്ങനെ കെട്ടാൻ പാടില്ല, അത് ഞാൻ ശ്രുതിക്ക് വേണ്ടി കൊടുക്കുന്ന ഏലസാട്. അതിൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ മോൻ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ? അതിപ്പോൾ മോൻ മാത്രം നന്നാവണ്ട, ഇവിടെ എൻ്റെ അച്ഛനും നന്നായി എന്താ വരാൻ നോക്കട്ടെ, ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ രേവതി പറയും, ശരി അമ്മ, അത് അച്ഛൻ കെട്ടിക്കോട്ടെ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യം ഇതൊക്കെ വീട്ടിലുണ്ടാവില്ല പറയുമ്പോൾ, നിങ്ങളിത് എന്തറിഞ്ഞിട്ടാ രേവതി? നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഏലസ് നിങ്ങൾ കെട്ടാൻ പാടില്ല, അത് ശ്രുതിക്ക് വേണ്ടിയിട്ടുള്ള ഏലസ്, അതിൽ വേറൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ എന്ത് പ്രശ്നം ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയും, അത് ഞാൻ ശ്രുതിക്ക് വേഗം കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് പൂജിച്ചു കൊടുന്ന ഏലസ പറയുമ്പോൾ, അയ്യോ ആണോ, എന്നാ വേഗം അയച്ചു കൊടുത്ത അച്ഛാ എന്നിട്ട് സച്ചി വേഗം ആ ഏലസ ഊരിയിട്ട് ചന്ദ്രമതിയിൽ ഒന്ന് കൊണ്ടുപോയി നിങ്ങളുടെ ഏലസ് എന്ന് പറയാണ്. അപ്പോൾ രേവതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ചിരി വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രേവതി എന്ത് ചിരിക്കണം? എന്തിട്ട് നീ ചിരിക്കണേ? ഒന്നുമില്ല, എനിക്ക് ചിരിക്കാനും പാടില്ല എന്ന് ചോദിക്കാണ്. അങ്ങനെ ഏലസ് കിട്ടിയ വഴിക്ക് ചന്ദ്രമതി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണല്ല, ശ്രുതിക്ക് ഏലസ് പൂജിച്ചിട്ട് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഏലസാണെങ്കിൽ എന്തിനാ അത് കൊടുക്കണം? അവനും പാർലമെന്റിൽ നമ്മൾ തെറ്റാനല്ലേ അമ്മ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. ഇതിൽ എന്ത് ഉഡായ്പുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയണ, ശരിയാണ്, ഇതിൽ എന്തോ ഉഡായ്പുണ്ട് പറയണം. അമ്മ ഇതിൽ എന്തോ കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടെന്ന് പറയാണ് സച്ചി. അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റുക, എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ അവിടെ നിന്ന് പോവാണ്. രവീന്ദ്രൻ അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ സച്ചി രേവതിയും കൂടിയിട്ട് പറയണം, സച്ചിയേട്ടാ അതിലെന്തോ ഉഡായ്പുണ്ട് സച്ചിയേട്ടാ, ഈ ഏലസമ്മ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്നൊക്കെ പറയണേ, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് രേവതി എന്ന് പറയണം കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ഏലസും കൊണ്ട് അങ്ങോട്ട് പോയി. ശ്രുതി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ശ്രുതി ഷർട്ട് ഇടുമ്പോൾ പറയണം, ശ്രുതി നീ ഷർട്ട് ഇടാൻ പറ്റുക, ഈ ഏലസ് കെട്ടണം പറയുമ്പോൾ, ഏലസ് അമ്മയ്ക്ക് എന്താ, എനിക്ക് ഏലസൊന്നും വേണ്ട, ഇതൊക്കെ തടസ്സമാവും കൈമേ പറയുമ്പോൾ, അങ്ങനെ പറയല്ലേ, ഇത് നിനക്ക് വെച്ചടി കയറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഏലസ, ഇത് കെട്ടിയോടുകൂടി നിൻ്റെ ജീവിതം ആകെ മാറും, ഇത് നീ കെട്ടിയേ പറ്റുമെന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണേ, എനിക്കൊന്നും വേണ്ട, അമ്മ ഒന്നും മിണ്ടാണ്ടിരുന്ന ഏലസ് അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ജീവിതമായിട്ടല്ലേ ഇരിക്കണ പറയുമ്പോൾ ശ്രുതി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ ഇത് കെട്ടിയേ പറ്റും, അമ്മയ്ക്ക് വേണ്ടി നീ ഇത് കെട്ടണം എന്നൊക്കെ പറയണം. അങ്ങനെ ശ്രുതിയുടെ കൈത്തണ്ടയിൽ ചന്ദ്രമതി ബലമായിട്ട് ഏലസ് കെട്ടിക്കൊടുക്കുകയാണ്. ഏലസ് കെട്ടിയിട്ട് പറയും, മോൻ ഇത് പോവാതെ നോക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രമതി വിചാരിച്ച കാര്യം നടന്ന സന്തോഷത്തിൽ ചന്ദ്രമതി അങ്ങനെ ഏലസ് ശ്രുതിയുടെ കയ്യിൽ കെട്ടിയിട്ട് അവിടെ നിന്ന് പോകണം. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഈ ഏലസ് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വർഷം അങ്ങനെ ചന്ദ്രോദയത്തിൻ്റെ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. വർഷയുടെ ഉള്ളിൽ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. ദൈവമേ, ഞാൻ എങ്ങനെ സഹിക്കും ഈ വേദന? എനിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് വേദനിക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്
സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ ദൈവമേ ഇതിപ്പോൾ പണി പറ്റിയല്ലോ, അവൻ ഒറ്റൊരുത്തിന് അതിനൊക്കെ കാരണം ആ ശ്രീകാന്ത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രേവതി വന്നിട്ട് എന്താ മോളെ ഇവിടെ ഇരിക്കുന്നത് നോക്കുമ്പോൾ ഒന്നുമില്ല, നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന നോക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി പറയാണ്. എന്താ നിനക്ക് വല്ല വയ്യായിക ഉണ്ടോ, നിന്റെ അസുഖമൊക്കെ മാറിയില്ലേ, ഛർദിയൊക്കെ മാറിയില്ല, ആ മാറി, നീ മരുന്ന് കഴിച്ചില്ല, ആ കഴിച്ചു ചേച്ചി, പിന്നെ എന്താ നിനക്കൊരു വയ്യായിക പോലെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്നൊക്കെ പറയണം. ഒന്നുമില്ല ചേച്ചിയെ തോന്നുക, ശരി എന്നാൽ മോള് പോയിട്ട് കിടന്നോ എന്ന് പറയണം. അപ്പം ശരി പറഞ്ഞിട്ട് വർഷ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോണ സമയത്ത് പെട്ടെന്ന് ശ്രീകാന്ത് ചൂളടിച്ചിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ശ്രീകാന്ത് പാസ് ചെയ്യുന്ന സമയത്ത് വർഷ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പോകണുണ്ടല്ലേ ഇവനെ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് വർഷ ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് ശ്രീകാന്തിനെ എറിയുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് ഒന്ന് പറഞ്ഞിട്ട് വേദനിച്ചിട്ട് തിരിയാണ്. അപ്പോൾ രേവതി ചോദിക്കും എന്താ മോളെ നീ ചെയ്തേ ചോദിക്കുമ്പോൾ ഇവൻ കണ്ടില്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പോയൊക്കെ കള്ള, നിന്നെ ഞാൻ കൊല്ലൂടാ, നീ ഇനി ജീവിച്ചിരിക്കണ്ട, എനിക്കിട്ട് പണി തന്നിട്ട് നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാന്ന് നീ വിചാരിക്കണ്ട, നിന്നെ ഞാൻ കൊല വിളിക്കുന്നു പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിനെ പിടിച്ച് വല്ലാതെ ഉപദ്രവിക്കാനുമ്പോൾ രേവതി പിടിച്ചു മാറ്റാൻ നോക്കും, പക്ഷെ പറ്റണില്ല. അപ്പോൾ രേവതി സച്ചിയേട്ടാ ഓടിവായോ എന്ന് പറഞ്ഞിട്ട് സച്ചിനെ വിളിക്കണം. അപ്പോൾ സച്ചി വരുന്ന സമയത്ത് കാണുന്നത് വർഷയും ശ്രീകാന്തും കൂടിയിട്ട് തല്ലൂടെ വർഷ ശ്രീകാന്തിനെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. എന്താ നിങ്ങളിവിടെ കാണിക്കണം, എന്താ വർഷ എവിടെ അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബലമായി പിടിച്ചു മാറ്റാണ്. ഇവൻ ഒറ്റൊരുത്തനും എല്ലാത്തിനും കാരണം, എന്താ വർഷ എന്താ ഉണ്ടായി ചോദിക്കുമ്പോൾ രേവതി ചോദിക്കും, സച്ചിൻ ചോദിക്കും എന്താ ഉണ്ടായി ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും എനിക്കറിയില്ല സച്ചിയേട്ടാ, എനിക്കറിയില്ല ഏടത്തി, ഇവളെന്താ എന്നോട് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പറയുമ്പോൾ ശ്രീകാന്ത് ഇതൊക്കെ പറയുമ്പോൾ വർഷ അങ്ങനെ ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിയിട്ട് അവിടുന്ന് പോവാണ്. എന്താ കാര്യം എന്ന് വർഷ ആരോടും പറയണില്ല. അപ്പോൾ സച്ചി ചോദിക്കും സത്യം പറയണ, നീ എന്താ അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ചെയ്ത്, ഞാനൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ, പിന്നെ എന്തിനാ അവൾക്ക് ഇത്ര ദേഷ്യം വരാൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഏട്ടാ, നിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവാതെ വർഷയ്ക്ക് ഇത്ര ദേഷ്യം വരില്ലല്ലോ പറയുമ്പോൾ എനിക്കറിയില്ല ഏട്ടാ എന്നൊക്കെ പറയാണ് ശ്രീകാന്ത്. അങ്ങനെ ഇവർക്ക് എന്താ പറ്റിയെന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ നിൽക്കാണ് രേവതിയും സച്ചിയും കൂടിയിട്ട്. ശ്രീകാന്താണെങ്കിൽ വർഷം എന്തിനാ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കണമെന്ന് അറിയാതെ പകച്ചണ്ടാണ് ശ്രീകാന്ത് നിൽക്കണത്. അപ്പോൾ എനിക്കറിയില്ല ഇവളിങ്ങനെയാണ്, ആശുപത്രിയിൽ നിന്ന് പോയി വന്നതിന് ശേഷം ഇവൾ ഇങ്ങനെയാണ്, എന്നോട് ഭയങ്കര ദേഷ്യമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളോട് എന്നൊക്കെ പറയാണ് ശ്രീകാന്തിൻ്റെ ഭാഗം ന്യായീകരിച്ചിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്. പക്ഷെ വർഷയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയാത്ത ടെൻഷനിലാണ്. അപ്പം എൻ്റെ ഇത്രയും വെച്ചിട്ടാണ് ചെമ്പനീർപ്പൂവിൻ്റെ എപ്പിസോഡ് ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്